ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതായത് AI. ഫിനാൻസ് ലോകത്ത് ഇതൊരു പുതിയ ഉപകരണം മാത്രമല്ല, കഴിയുടെ നിയമങ്ങൾ മൊത്തത്തിൽ മാറ്റിയെഴുതുന്ന ഒരു ശക്തിയാണ്. പണം എങ്ങനെയാണ് കൈമാറ്റം ചെയ്യപ്പെടുന്നത്, തീരുമാനങ്ങൾ എങ്ങനെയാണ് എടുക്കുന്നത്, എന്തിന്, അടുത്ത സാമ്പത്തിക പ്രതിസന്ധി എവിടെ നിന്നായിരിക്കും വരുന്നത് എന്നുപോലും നിർണ്ണയിക്കാൻ കഴിവുള്ള ഒരു വലിയ വിപ്ലവം. അപ്പോൾ ഈ പുതിയ സാമ്പത്തിക യുഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒന്ന് ആലോചിച്ചു നോക്കൂ, അടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം ഒരു അൽഗോരിതമാണെങ്കിലോ? ഇതൊരു സയൻസ് ഫിക്ഷൻ സിനിമയിലെ ചോദ്യമൊന്നുമല്ല. ലോകമെമ്പാടുമുള്ള സാമ്പത്തിക വിദഗ്ധർ ഇന്ന് വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്നൊരു യാഥാർത്ഥ്യമാണിത്. കാരണം എന്താണെന്ന് വെച്ചാൽ, കോടിക്കണക്കിന് ഡോളറുകൾ നിയന്ത്രിക്കുന്ന AI-ക്ക് സംഭവിക്കുന്ന ഒരു ചെറിയ പിഴവ് മതി ആഗോള സമ്പദ്വ്യവസ്ഥയെ മൊത്തത്തിൽ പിടിച്ചുകുലുക്കാൻ. അതായത് AI വെറുമൊരു ടൂൾ എന്നതിലുപരി ഒരു പുതിയ സാമ്പത്തിക ക്രമത്തിന്റെ തന്നെ ഹൃദയമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ വലിയ മാറ്റം നമുക്ക് ശരിക്കും മനസ്സിലാക്കണമെങ്കിൽ ഇതിനെ 3 തലങ്ങളിൽ നിന്ന് നോക്കിക്കാണണം. ആദ്യം ഒരു സാധാരണ ഫിനാൻസ് പ്രൊഫഷണലിന്റെ ജോലിയിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് നോക്കാം. പിന്നെ അത് ഇൻഡസ്ട്രി മൊത്തത്തിൽ എങ്ങനെ ബാധിക്കുന്നു, ഒടുവിൽ ആഗോളതലത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുന്നുവെന്നും നമുക്ക് നോക്കാം. ശരി, അപ്പം നമുക്ക് ഏറ്റവും അടിസ്ഥാന തലത്തിൽ നിന്ന് തന്നെ തുടങ്ങാം. നിങ്ങളൊരു ഫിനാൻസ് പ്രൊഫഷണലാണെങ്കിൽ, അല്ലെങ്കിൽ ആ മേഖലയിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജോലി എങ്ങനെയാണ് അടിമുടി മാറാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ചെറിയ മാറ്റമൊന്നുമല്ല, ഒരു പരിണാമം തന്നെയാണ്. പണ്ടൊക്കെ കണക്ക് പുസ്തകങ്ങളിലും പഴയ റിപ്പോർട്ടുകളിലും തലപുകഞ്ഞിരുന്നൊരു ജോലിയിൽ നിന്ന് ഇപ്പോൾ ഡാറ്റ ഉപയോഗിച്ച് ഭാവിയെക്കുറിച്ച് പ്രവചിക്കുകയും കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ട തന്ത്രങ്ങൾ ഒരുക്കുകയും ചെയ്യുന്ന ഒരു റോളിലേക്ക് ഫിനാൻസ് പ്രൊഫഷണലുകൾ മാറുകയാണ്. അതായത് ഒരു റിപ്പോർട്ടർ എന്നതിലുപരി ഒരു സ്ട്രാറ്റജിസ്റ്റായി മാറുന്നു എന്ന് സാരം. ഇനി ഫിനാൻസ് പ്രൊഫഷണലുകൾക്ക് ഒരു പുതിയ പേര് തന്നെ കൊടുക്കാം: ഡിജിറ്റൽ സത്യത്തിന്റെ ശില്പി. എന്താണിതിന്റെ അർത്ഥം? ഒരു കമ്പനിയിലെ എല്ലാ ഡാറ്റയും ഒരുമിപ്പിക്കുക, അതിൽ വിശ്വാസ്യത ഉറപ്പാക്കുക, എന്നിട്ട് ബിസിനസ് തീരുമാനങ്ങൾ തത്സമയം എടുക്കാൻ സഹായിക്കുന്ന ഒരു കേന്ദ്ര ബിന്ദുവായി ഫിനാൻസ് ടീം മാറുന്നു. ഡാറ്റയുടെ കാര്യത്തിൽ അവരായിരിക്കും അവസാന വാക്ക്. അപ്പോൾ AI റോബോട്ടുകൾ നമ്മുടെ ദൈനംദിന ജോലികൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾ മനുഷ്യർക്ക് പുതിയ കഴിവുകൾ വേണ്ടിവരും. ഒരു വശത്ത് AIയോട് കൃത്യമായി സംസാരിക്കാനും അതിനെക്കൊണ്ട് ജോലി ചെയ്യിപ്പിക്കാനുമുള്ള പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് പോലുള്ള ടെക്നിക്കൽ സ്കിൽസ്, മറുവശത്ത് AI മനസ്സിലാകാത്ത സന്ദർഭങ്ങൾ തിരിച്ചറിയാനും സങ്കീർണമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും വേണ്ട വിമർശനാത്മക ചിന്ത പോലുള്ള മനുഷ്യന് മാത്രം സാധിക്കുന്ന കഴിവുകൾക്ക് പ്രാധാന്യം കൂടും. ഓക്കെ, അപ്പോൾ ഒരു വ്യക്തിയുടെ ജോലിയിൽ ഇത്രയും വലിയ മാറ്റങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായും അത് സാമ്പത്തിക വ്യവസായത്തെ മൊത്തത്തിൽ പിടിച്ചുകുലുക്കുമല്ലോ. ഇനി നമുക്ക് ആ വലിയ ചിത്രം കാണാം. ഇൻഡസ്ട്രി തലത്തിൽ AI എന്ത് വിപ്ലവമാണ് കൊണ്ടുവരുന്നതെന്ന് നോക്കാം. ഡെലോയിറ്റിന്റെ ഈ കണക്കുകൾ നമ്മളെ ഒന്ന് ചിന്തിപ്പിക്കും. AIയുടെ സാധ്യതകളെക്കുറിച്ച് എല്ലാവരും വാതോരാതെ സംസാരിക്കുന്നുണ്ടെങ്കിലും ഏകദേശം 40% കമ്പനികൾ ഇപ്പോഴും ഒരു തീരുമാനമെടുക്കാതെ നോക്കക്കെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുകയാണ്. എന്നാൽ ഈ പുതിയ ലോകത്ത് ടെക്നോളജി സ്വീകരിക്കാൻ വൈകുന്നത് വെറുമൊരു നഷ്ടമല്ല, ഒരുപക്ഷേ ആ ബിസിനസ്സിന്റെ നിലനിൽപ്പിനെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു വലിയ തെറ്റായേക്കാം. ഇതിന്റെ സ്വാധീനം ഏതെങ്കിലും ഒരു കോണിൽ മാത്രം ഒതുങ്ങുന്നില്ല. നിങ്ങൾ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്നത് മുതൽ ഓഹരി വിപണിയിലെ വലിയ നിക്ഷേപങ്ങൾ വരെ, ഇൻഷുറൻസ് പോളിസികൾ, നിയമപരമായ കാര്യങ്ങൾ, അങ്ങനെ സാമ്പത്തിക ലോകത്തിന്റെ എല്ലാ മേഖലകളിലും AIയുടെ കൈകൾ എത്തിക്കഴിഞ്ഞു. ഇതൊന്നും വെറും വാഗ്ദാനങ്ങൾ മാത്രമല്ല, ശരിക്കും പ്രായോഗികമായ നേട്ടങ്ങളാണ്. AI ഉപയോഗിക്കുന്നതിലൂടെ കാര്യക്ഷമത കൂടുന്നു, സാമ്പത്തിക നഷ്ടസാധ്യതകൾ കുറയുന്നു, വരുമാനം വർദ്ധിക്കുന്നു. ലോകത്തിലെ പ്രമുഖ ബാങ്കുകൾ ഇതിനകം തന്നെ ഈ നേട്ടങ്ങൾ അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ നേട്ടങ്ങൾ യഥാർത്ഥ സംഖ്യകളിലേക്ക് മാറുമ്പോഴാണ് അതിന്റെ ശക്തി നമുക്ക് ശരിക്കും മനസ്സിലാകുന്നത്. ഉദാഹരണത്തിന്, JP Morgan AI ഉപയോഗിച്ചപ്പോൾ അവരുടെ പേയ്മെന്റ് തട്ടിപ്പുകൾ കണ്ടെത്താനുള്ള സംവിധാനം 20% മെച്ചപ്പെട്ടു. ഇത് കേൾക്കുമ്പോൾ ചെറിയൊരു സംഖ്യയായി തോന്നാം, പക്ഷേ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് അവർക്ക് തടയാൻ കഴിഞ്ഞത്. പക്ഷേ ഏതൊരു വലിയ ശക്തിക്കും ഒരു മറുവശമുണ്ടല്ലോ. AI നൽകുന്ന ഈ അവസരങ്ങൾക്കൊപ്പം നമ്മൾ ഇതുവരെ കാണാത്ത തരത്തിലുള്ള പുതിയതും അതീവ ഗുരുതരവുമായ അപകടസാധ്യതകളും കടന്നുവരുന്നുണ്ട്. ഇനി നമുക്ക് നാണയത്തിന്റെ ആ മറുവശം ഒന്ന് പരിശോധിക്കാം. ഇവിടെയാണ് ഏറ്റവും വലിയ വിരോധാഭാസം. സൈബർ ആക്രമണങ്ങളെ നേരിടാൻ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും ശക്തമായ ആയുധം AI ആണ്. അതേസമയം ഹാക്കർമാർക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും അപകടകരമായ ഉപകരണവും ഈ AI തന്നെയാണ്. അതായത് ഇത് ഒരേ സമയം പ്രതിരോധവുമാണ്, ആയുധവുമാണ്. ഇതിനെയാണ് ബ്ലാക്ക് ബോക്സ് പ്രശ്നം എന്ന് പറയുന്നത്. AI നമുക്കൊരു ഉത്തരം തരും, പക്ഷെ ആ ഉത്തരത്തിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേർന്നതെന്ന് പൂർണ്ണമായി വിശദീകരിക്കാൻ പലപ്പോഴും അതിന് കഴിയില്ല. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു AI നിങ്ങളുടെ ലോൺ അപേക്ഷ നിരസിച്ചു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ കൃത്യമായൊരു കാരണം കിട്ടുന്നില്ല. ഒരുപക്ഷെ ആ തീരുമാനം പക്ഷപാതപരമായിരുന്നെങ്കിലോ? ഇത് കണ്ടെത്തുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. ഇനി ഈ അപകടങ്ങൾ ഒരു വ്യക്തിയിലോ ഒരു കമ്പനിയിലോ ഒതുങ്ങുന്നില്ല. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ബോർഡ് പറയുന്നത്
AI പുതിയ ആഗോള പ്രതിസന്ധികൾക്ക് വരെ കാരണമായേക്കാം എന്നാണ്. ഉദാഹരണത്തിന്, ലോകമെമ്പാടുമുള്ള ബാങ്കുകൾ ഒരേ AI മോഡലിനെ ആശ്രയിക്കാൻ തുടങ്ങിയാൽ ആ മോഡലിനൊരു ചെറിയ പിഴവ് സംഭവിച്ചാൽ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ഒരേ ഡാറ്റ കണ്ട് എല്ലാ AIകളും ഒരുപോലെ പ്രതികരിച്ച് ഓഹരി വിപണിയെ ഒന്നാകെ താഴേക്ക് വലിച്ചാലോ? ഇതിനെയാണ് സിസ്റ്റമിക് റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ രണ്ടു വശങ്ങളും കണ്ടുകഴിഞ്ഞു. ഒരു വശത്ത് സാമ്പത്തിക രംഗത്തെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള അപാരമായ സാധ്യതകൾ, മറുവശത്ത് ആഗോള സമ്പദ്വ്യവസ്ഥയെ തന്നെ അപകടത്തിലാക്കിയേക്കാവുന്ന വലിയ അപകടസാധ്യതകൾ. ഭാവിയെക്കുറിച്ച് പറയുമ്പോൾ ഈ വാഗ്ദാനവും അപകടവും ഒരുമിച്ച് പരിഗണിച്ചേ മതിയാകൂ. ഡിലോയിറ്റിന്റെ ഈ വാക്കുകൾ ഒരു മുന്നറിയിപ്പ് തന്നെയാണ്. ഇതൊരു ചെറിയ മാറ്റമല്ല, ഇതൊരു വിപ്ലവമാണ്. ഈ വിപ്ലവത്തിൽ പഴയ രീതികളെയും പിടിച്ചുകൊണ്ട് നിന്നാൽ നമ്മൾ കാലഹരണപ്പെട്ടു പോകും. അത്രയുള്ളൂ, മാറി ചിന്തിച്ചേ മതിയാകൂ. അപ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഒരു ധർമ്മസങ്കടത്തിലാണ്. ഒരു നൂൽപാലത്തിൽ കൂടെ നടക്കുന്നത് പോലെയാണിത്. ഒരു വശത്ത് AI-യുടെ ശക്തി ഉപയോഗിച്ച് നമുക്ക് മുന്നോട്ട് കുതിക്കണം. മറുവശത്ത് അത് കൊണ്ടുവരുന്ന പുതിയ അപകടങ്ങളിൽ നിന്ന് നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയെ സംരക്ഷിക്കുകയും വേണം. ഈ ഒരു സന്തുലിതാവസ്ഥ കണ്ടെത്തുക എന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളി. അവസാനമായി ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ. ആഗോള ഫിനാൻസിന്റെ എല്ലാ തീരുമാനങ്ങളും നിയന്ത്രിക്കുന്നത് AI ആകുമ്പോൾ ആ AI-യെ ആരാണ് നിയന്ത്രിക്കുന്നത്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുന്നത് നമ്മുടെയെല്ലാം ഭാവിയെ നിർണ്ണയിക്കും. ചിന്തിക്കുക.